ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു അഭിമാനമുള്ളത് എൻ്റെ അച്ഛനും പാപ്പന്മാര് കുഞ്ഞച്ചാച്ചനും എല്ലാവരും ജോലിയെടുത്ത ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു മദ്രാ കോഴ്സ്. ആ അച്ഛൻ്റെയും പാപ്പന്മാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ ഓർമ്മകളും ഞങ്ങളാന്നൊക്കെ 1-ാം തീയതി ആവാൻ കാത്തിരിക്കും. അച്ഛൻ ശമ്പളം കിട്ടി വരുമ്പോൾ SS ബാക്കിൽ നിന്ന് അന്ന് ലഡു വാങ്ങിക്കൊണ്ടിരിക്കും. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മകളാണ് എന്നിലേക്ക് പിന്നെ എത്തിയത്. പിന്നെ എനിക്ക് എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ ഈ ലെവലിൽ എത്തിച്ചത്. പിന്നെ ഈ ഒരു പ്രസ്ഥാനമാണെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അച്ഛനെ ഈ ഓഫീസിൽ ഇരുത്തണം. കാരണം അച്ഛൻ ജോലി എടുത്ത ആ കമ്പനിയുടെ അതേ ഇതിൽ തന്നെ ഏറ്റവും നല്ലൊരു സ്ഥാനത്ത് അച്ഛനെ ഇരുത്തണമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇതിവിടെ ആരംഭിക്കുന്നത്. GK ത്രെഡ്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ജീവ ബ്രാൻഡിലൂടെ നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നൽകാനും ഒരുപാട് തൊഴിലവസരങ്ങളും അതോടൊപ്പം തന്നെ ഒരു നല്ല ഒരു വ്യവസായ സ്ഥാപനം ഇവിടെ ആരംഭിക്കുകയാണ്. എൻ്റെ അച്ഛൻ മധുര കോഴ്സ് ജീവനക്കാരനായിരുന്നു. ലോക്കൗട്ടായി ജീവിക്കാൻ വേറെ വഴിയില്ല. പക്ഷേ എൻ്റെ അച്ഛനെ ഒരു ദിവസമെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇരുത്തി കൊണ്ടുപോകണമെന്ന് പറയുന്ന ആ അച്ഛൻ്റെ തൊഴിലിനോടുള്ള, അച്ഛൻ്റെ കുടുംബസ്നേഹത്തിനോടുള്ള അച്ഛനോടുള്ള സ്നേഹമായിട്ടും ഇന്ന് മക്കളിൽ കാണാത്ത മാതാപിതാക്കളോട് അല്പം പോലും ദയവില്ലാതെ പെരുമാറുന്ന ഒരു കാലഘട്ടത്തിൻ്റെ വർത്തമാനഘട്ടത്തിൻ്റെ ഗതികേടിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അച്ഛന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, GKയുടെ ഒരു കാര്യം പറയേണ്ടായിരുന്നു. കണ്ണൻ അനിയനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അതുമാത്രമല്ല ഈ നാട്ടിലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ഗോവന് എത്ര സ്നേഹത്തിന് ആശംസകൾ നേർന്നാലും മതിയാകില്ല. എല്ലാവർക്കും നമസ്കാരം. ഓരോ മക്കൾക്കും ഓരോ സ്വപ്നമുണ്ടാവും. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ചെറുവാളൂർ മൃഗാശുപത്രിക്കടുത്ത് ചറാലക്കുന്ന് ഭാഗത്ത് ഒരു വലിയ സംരംഭകത്തിന് തിരിതെളിയുകയാണ്. ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഇതിലേറ്റവും മനോഹരമായ സംഭവം എന്തെന്നറിയോ? ഒരു മകൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തേതുപോലുള്ള ഒരു സ്ഥാപനത്തിൽ അച്ഛനെ പ്രധാന ഒരു പോസ്റ്റിലുള്ള ഒരു കസേരയിൽ ഇരുത്തുക. ഏത് മാതാപിതാക്കളും സ്വപ്നം കാണുന്ന സംഗതി, ഏത് മക്കൾക്കും സ്വപ്ന സാക്ഷാത്കാരമാകുന്ന ഒരു ചിന്ത. അതാണ് നിങ്ങളിപ്പോൾ കണ്ട കാഴ്ച. ഇത് GK ത്രെഡ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ഈ സ്ഥാപനം 2005 മുതൽ പല പ്രദേശങ്ങളിലൂടെ പ്രവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. കട്ടപ്പുറത്തായിരുന്നു ഇതിൻ്റെ തുടക്കം. അത് പിന്നീട് ജീവ ത്രെഡ്സ് എന്നുള്ള രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഒരു 10-46 പേർക്ക് പല ഷിഫ്റ്റുകളായി നിന്ന് പണിയെടുക്കുന്ന നിരവധി കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. അത് പിന്നീട് സാങ്കേതികപരമായ ചില പ്രശ്നങ്ങൾ നിന്ന് പോകേണ്ട സ്ഥിതി വന്നു. അപ്പോഴാണ് ഗോപൻ കൊച്ചാത്ത് എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ ഈ സ്ഥാപനത്തെപ്പറ്റി പഠിക്കുകയും ഇതിൻ്റെ ബിസിനസ് പഠിക്കുകയും അങ്ങനെ വീണ്ടും ഈ ചറാലക്കുന്ന് ഭാഗത്തേക്ക് ഒരു കൈത്തിരി നാളവുമായിട്ട് അയാൾ കടന്നു വരുന്നത്. ഇതാ വീണ്ടും GK ത്രെഡ്സ് എന്ന് പറഞ്ഞ ഒരു പേരിലൂടെ ആ സ്ഥാപനം വീണ്ടും തിരിതെളിയുകയാണ്. ഒരു സ്ഥാപനം, ഒരു സംരംഭം തുടങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുടങ്ങാൻ പറ്റുന്ന സംഭവം അല്ലത്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും തുടങ്ങിക്കൂടെ? അതിന് നിതാന്തമായ പരിശ്രമം ആവശ്യമാണ്. ആ പരിശ്രമത്തിൻ്റെ പൂർത്തീകരണമാണ് GK ത്രെഡ്സ്. അഭിനന്ദനങ്ങൾ. കാരണം അദ്ദേഹത്തിൻ്റെ ആ സംരംഭം എന്ന് പറയുന്നത് ഒരു ലാഭം ഉണ്ടാക്കി എടുക്കുക എന്നതിനേക്കാൾ ഉപരി ഒരു സാമൂഹിക കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ ഗോപൻ എന്ന് പറയുന്ന ആ മനുഷ്യസ്നേഹി ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു 10-15 പേർക്ക് തൊഴിൽ കിട്ടും. പക്ഷേ പിന്നീട് ഇതിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. തീർച്ചയായിട്ടും മധുര കോഴ്സ് എന്ന് പറയുന്നൊരു സ്ഥാപനത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൊരട്ടിയാക്കിയ ഒരു മഹാസ്ഥാപനം. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവരാണ് നമ്മുടെ ഈ ഗോപൻ്റെയും ഗോപൻ്റെ അച്ഛനും അവരുടെ ബന്ധുക്കളെല്ലാവരും. ഒരു കാലഘട്ടത്തിൽ മധുര കോഴ്സ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കും. കാരണം ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളെക്കാളും കൂടുതൽ ശമ്പളം കിട്ടുകയും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടുകയും ചെയ്യുന്നൊരു സ്ഥാപനമായിരുന്നു. അവിടെയും ഇത് തന്നെയായിരുന്നു ത്രെഡ്സ്. ആ ഒരു ഓർമ്മ ആ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തൻ്റെ അച്ഛനെ ഇതുപോലുള്ളൊരു സ്ഥാപനത്തേക്കാൾ ഒരു മറ്റൊരു സ്ഥാപനത്തിൽ പിടിച്ചിരുത്താനായിട്ട് ഈ വേറൊരു സ്ഥാപനമില്ല, ഇത് തന്നെയാണ് ആ സ്ഥാപനം. ഗോപൻ കൊച്ചത്ത് എന്ന് പറഞ്ഞ മനുഷ്യൻ നടന്നു തുടങ്ങിയിരിക്കുന്നു. ആ നാടും സമൂഹവും പ്രദേശവും കട്ടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ സപ്പോർട്ടുണ്ട്. നല്ലവരായ നാട്ടുകാർ,
നല്ലവരായ ജനപ്രതിനിധികൾ, കാടുകുട്ടി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് മനോജേട്ട ഉൾപ്പെടെയുള്ളവർ, അതുപോലെ തന്നെ ചെറിയ ചെറിയ വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ടി സഹായിക്കുന്ന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെല്ലാം തന്നെ കട്ടയ്ക്ക് സപ്പോർട്ടാണ് ഈ ഗോപൻ കൊച്ചാത്ത് എന്ന് പറയുന്ന മനുഷ്യന്. അയാൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മധുര കോട്സ് എന്ന് പറയുന്ന ആ ഗതകാല സ്മരണകൾ, ഗൃഹാതുരത്വം നിറഞ്ഞ ആ ഓർമ്മകൾ നെഞ്ചിലേറ്റിക്കൊണ്ട് ഒരു കുടുംബം ഇതാ ഈ കാടുകുറ്റി പഞ്ചായത്തിലെ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നു, GK ത്രെഡ്സ്. അഭിനന്ദനങ്ങൾ, അഭിവാദനങ്ങൾ. ഒരുപാട് പേരുടെ സ്വപ്ന പ്രതീക്ഷകൾക്ക് സാക്ഷാത്കാരമാകുകയാണ് ഇവിടെ തെളിയുന്ന ഈ കൈത്തിരിനാളം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരുമിക്കാം. വീണ്ടും ഈ സ്ഥാപനത്തിൻ്റെ ഒരു വാർഷികാഘോഷവേളയിൽ കൈകോർത്ത് പിടിച്ചു നിന്നുകൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് വരാൻ നമുക്കിടയാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുള്ള ആളാണ്. അത് വീണ്ടും പുനരുജ്ജീവിച്ച് ഏകദേശം ഒരു 150-150ഓളം പേർക്ക് ജോലി കിട്ടുന്ന ഒരു സംരംഭമായിട്ട് മാറ്റാനായിട്ട് കഴിച്ച ആ പ്രയത്നത്തിന് അദ്ദേഹത്തിന് കാടുകുട്ടി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും കടപ്പാടും ഞാൻ ഈ വേദിയിൽ വെച്ച് അർപ്പിക്കുന്നു. പ്രതിസന്ധികളിലൂടെ പലപ്പോഴും ഓരോ സംരംഭങ്ങൾ പോകുമ്പോൾ അതിനെ എന്ത് വില കൊടുത്തും അതിജീവിച്ചും ഏറ്റവും നല്ല രീതിയിൽ ഈ GK ത്രെഡ്സ് എന്ന സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി ഏറ്റെടുത്ത ഗോപനെയും ഗോപന്റെ ഫാമിലിയെയും സന്ധ്യ ഉൾപ്പെടെയുള്ള അവരുടെ പാരൻസ് ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഏറെ സന്തോഷം, മനസ്സ് നിറഞ്ഞ ഒരു സന്തോഷം. ഒരു സംരംഭം നാട്ടുകാർക്കും വീട്ടുകാർക്കും തുടങ്ങുന്നതിൽ നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ ഉപരി നാട്ടുകാരെ കൂടി ചേർത്ത് പിടിച്ച് അത് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അത് ഒരു മറ്റുള്ളവർക്കൊരു സഹായമാകാൻ കൂടി കഴിയുന്ന രീതിയിൽ ഗോവിന്ദേട്ടൻ ഈ സംരംഭം തുടങ്ങുന്നതിന് ഗോവിന്ദേട്ടന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും നിരവധി സ്കീമുകൾ വഴി MSME സംരംഭം തുടങ്ങാനായിട്ട് സപ്പോർട്ട് നൽകുന്നുണ്ട്. സബ്സിഡി സ്കീമുകൾ 35% വരെ ഇൻവെസ്റ്റ്മെന്റ് സബ്സിഡി കിട്ടുന്ന സബ്സിഡി സ്കീമുകൾ, 40% വരെ സബ്സിഡി കിട്ടുന്ന സ്കീമുകൾ, ബ്ലോക്ക് തലത്തിൽ നമുക്ക് വനിതകൾക്ക് സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സബ്സിഡി സ്കീമുകൾ, ഇങ്ങനെ നിരവധി സ്കീമുകൾ നമുക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. നമ്മളിവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ വ്യവസായ വികസന ഓഫീസ് നമുക്ക് തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ അവിടെ എല്ലാവരും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവിടെ വന്ന് ചോദിക്കാവുന്ന. ഗോപൻ ഈ ഒരു പദ്ധതി, ഈ ഒരു വലിയൊരു സംരംഭം ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഗോപനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദീർഘവീക്ഷണം ഇതിനകത്തുണ്ട്. നേരത്തെ ഇവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റൊക്കെ സൂചിപ്പിച്ച പോലെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ആ സംരംഭകന് മാത്രമല്ല അതിൻ്റെ ഗുണം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ സംരംഭം ഇവിടെ ആരംഭിക്കുന്ന തുടക്കത്തിൽ തന്നെ എന്നോട് ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ഞാനാവുന്ന വിധത്തിലുള്ള ഗോപനെ സഹായിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഗോപൻ്റെ ഒപ്പം ഞാനുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് ഇത് നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഇതൊരു സുദിനമാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ഗോപൻ കൊച്ചത്ത് എന്ന പ്രവാസിയുടെ സ്വപ്ന പദ്ധതിയാണത്. ഗോപനെ കുറിച്ച് പറയുമ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുന്നു എന്നതിലുപരി നേരത്തെ പോളിച്ചേച്ചി സൂചിപ്പിച്ച പോലെ ഒരു വലിയ മരം അത് എത്രത്തോളം ആളുകൾക്ക് തണലേകുന്നു എന്നതുപോലെ തന്നെയാണ് ഗോപൻ്റെ ഇതുവരെയുള്ള ജീവിതവും. അദ്ദേഹം എപ്പോൾ നാട്ടിൽ വന്നാലും പലപ്പോഴും ഇവിടെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് പരിപാടികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഷ്ടപ്പെടുന്നവർക്കും ബുദ്ധിമുട്ടുന്നവർക്കുമെല്ലാം കൈയഴിഞ്ഞ് സഹായിക്കുന്ന ഒരു പ്രകൃതക്കാരനും കൂടിയാണ് ശ്രീ ഗോപൻ. നമ്മളിവിടെ ബാംഗ്ലൂരിൽ നിന്ന് ശ്രീകോട്ട് എന്ന സ്ഥാപനത്തിൽ നിന്ന് നൂല് വലിയ 1.5 കിലോ വരുന്ന കോണുകൾ എടുത്തിട്ട് വ്യത്യസ്ത കളറുകളിലായി 900ഓളം കളറുകളുണ്ട്. ആ കളറുകൾ നമ്മളെടുത്ത് ബൈൻഡ് ചെയ്ത്, അതായത് ട്യൂബിലേക്ക് ബൈൻഡ് ചെയ്ത് 180 മീറ്റർ, 300 മീറ്റർ, 1000 മീറ്റർ, 3000 മീറ്റർ, 5000 മീറ്റർ എന്നീ നിലകളിലേക്ക് ബൈൻഡ് ചെയ്ത് ജനങ്ങളിലേക്ക്, അതായത് ടൈലർമാർക്കും അതുപോലെ തന്നെ യൂണിറ്റുകളിലേക്കും എത്തിക്കുകയാണ് ഈ കമ്പനിയുടെ ലക്ഷ്യം. സ്റ്റാർട്ടിങ് ഇപ്പോൾ ഒരു 15ഓളം തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാം എന്നാണ് GK ത്രെഡ്സ് വിചാരിച്ചിരിക്കുന്നത്. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിലേക്ക് ഇനി കോൺ മെഷീനുകൾ എല്ലാം വരാനുണ്ട്. ലേബൽ മെഷീൻ്റെ വർക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ മുൻകാലങ്ങളിൽ ഇതേ കമ്പനിയിൽ 46 ആളുകൾ 3 ഷിഫ്റ്റുകളോളം വർക്ക് ചെയ്തിട്ടാണ് ജീവ എന്ന ബ്രാൻഡിനെ കേരളത്തിൽ സുപരിചിതമാക്കിയത്. ആ ഒരു നിലയിലേക്ക് തന്നെ കമ്പനി എത്തും. ഈ കമ്പനിയുടെ ലക്ഷ്യവും അതുതന്നെയാണ്.